പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. വേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജാനുവരി മാസം 23-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ ഇന്നുവരെയും കാണാത്തതും പോകാത്തതുമായ വഴിയിൽ മഹത്വം നിങ്ങളെ നടത്തുവാൻ പോകുന്നു. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനത്തിൻ്റെ ആഴം, ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി നിയമപെട്ടകവും ചുമന്നുകൊണ്ട് ഇതാ പുരോഹിതന്മാർ പോവുകയാണ്. ആ നിയമപെട്ടം ചുമക്കുന്ന പുരോഹിതന്മാരും ഇസ്രായേൽ ജനവും തമ്മിലുള്ള അകലത്തെയാണ് 2000 മുഴമായി കാണിക്കുന്നത്. ഈ 2000 മുഴം അകലത്തിൽ നിൽക്കുന്ന നിയമപെട്ടകം അവർക്ക് വേണ്ടി പുതിയ വഴിയെ വെളിപ്പെടുത്തുകയാണ്. അവർ പോകേണ്ട വഴിയെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയ ദൈവമഹത്വം ഇതാ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നു വരാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ഇതാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമഹത്വത്തിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിയേ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. ഇതാ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ ചവിട്ടുമ്പോൾ ആ വെള്ളം 2 സൈഡിലേക്കും പിരിഞ്ഞ് അവർക്ക് മതിലായി നിൽക്കുകയാണ്. അവരിന്നുവരെയും സഞ്ചരിച്ചിട്ടില്ലാത്ത, അവരിന്നുവരെയും കണ്ടിട്ടില്ലാത്ത വഴി ഇതാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, മഹത്വം എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടാൽ അസാധാരണമായ വാതിലുകൾ തുറന്നു വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇതാ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോണാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. നമുക്ക് മുമ്പിൽ മഹത്വം ചലിക്കാൻ തുടങ്ങിയാൽ, നമുക്ക് വേണ്ടി വലിയവനായ ദൈവം ഇറങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത മഹത്വമേറിയ വഴികൾ തുറന്നു വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇതാ മഹത്വം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളോടൊന്ന് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യഹോവ അരുൾ ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരകന്മാർ നിമിത്തമുള്ള അവരെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 8-ാമത്തെ വാക്യം. അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക്, കനാനിയർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബുസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതാ വലിയവനായ ദൈവം വിളിച്ചു പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്. അവരുടെ അവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കുന്നു.
അവരെ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും നല്ലതും വിശാലവുമേറിയ ദേശത്തേക്ക് കൊണ്ടുപോകുവാനായിട്ടും പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് അവരെ നടത്തുവാൻ ഞാൻ നേരിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവമഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിൽ ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ, നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത അസാധാരണമായ വഴികൾ ഇപ്പോൾ മുതൽ തുറക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവമഹത്വത്തിനായി, ദൈവ തേജസ്സിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിനോട് ഇങ്ങനൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, നീ തന്നെ എനിക്ക് വേണ്ടി ആ വഴിയെ തുറന്നു തരണം. നിൻ്റെ വലിപ്പം എനിക്കൊന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. മോശയെ പോലെ ഇങ്ങനെയൊന്ന് ചെങ്കടലിന് മുമ്പിൽ ഉറച്ചു നിന്ന് പറയാൻ കഴിയുമോ? അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. മുമ്പിൽ ഒരു വഴിയില്ലെന്ന് തോന്നി ഭാരപ്പെടരുത്. നിന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നിന്നെ വിളിച്ചത് വലിയ ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഇതാ മഹത്വം നിങ്ങൾക്ക് വേണ്ടി അസാധാരണ വാതിലുകൾ തുറന്നു തരികയാണ്. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ദൈവ തേജസ്സിനായി, ദൈവ മഹത്വത്തിനായി എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം. ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഭാര്യയോട് പറയുന്നു, മക്കൾ അപ്പനോട് പറയുന്നു, അപ്പൻ മക്കളോട് പറയുകയാണ്, ഇനി ഒരു മാർഗവുമില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായൊരു തലം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായൊരു ദൈവപ്രവൃത്തിയും അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ റിലീസാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെട്ട് വരുന്നു. തീർന്നു എന്ന് പറയുന്ന ഓരോ ദൈവമക്കളും പരസ്പരം വിശ്വസിച്ചുകൊണ്ട് പറയണം, വിശ്വസിച്ചാൽ നീ മഹത്വം കാണാൻ പോകുകയാണ്. ഇതാ മാർത്ത പറയുകയാണ്, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചിരിക്കുകയാണ്, തീർന്നതാണ്. പക്ഷേ യേശു മറുപടി പറയാണ്, വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ അമ്മ മറിയ പറയാണ്, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ തീർന്നെന്ന് പറയുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ അത്ഭുത വഴികൾ, അത്ഭുതകരമേറിയ മഹത്വം നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്. കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ വിരുന്നുവാഴി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ ലൈഫിൽ ഇതുവരെയും തുറക്കാത്തത്, ഇതുവരെയും കാണാത്തത് ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, തീർന്നെന്ന് പറയുന്നിടത്ത് മഹത്വം, അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. ഇതാ യേശു പറഞ്ഞ ആ വാക്കുകൾ തന്നെ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളെ നോക്കി പറയുന്നവരോട് നിങ്ങൾ പറയണം, വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പോകുകയാണ്. ഞാൻ മഹത്വം കാണാൻ പോകുന്നു. ഈ മഹത്വം എനിക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചിട്ട് പറയണം, ഞാൻ ഈ മണിക്കൂറിൽ, ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഇതുവരെയും വെളിപ്പെടാത്ത ചിലത് കാണാൻ പോവുകയാണ്. ഇതുവരെയും ചലിക്കാത്ത ചില വലിയ വാതിലുകൾ തുറക്കുന്നത് കാണാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഇതാ മഹത്വം ഇറങ്ങിയ പെട്ടകം ഇവർക്ക് വഴി തുറക്കുകയാണ്. അസാധാരണമായ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നു. ഇതുവരെയും ഇവർ കാണാത്തത്, ഇതുവരെയും ഇവർ പോകാത്ത ആ വലിയ വാതിലുകൾ, ആ ഡിവൈൻ കണക്ഷനുകൾ അതിപ്പോൾ ഇവരുടെ മേലിൽ തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. വലിയ സാക്ഷ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഒരാൾക്കും കൂടെ ഈ മെസ്സേജ് നിങ്ങൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ ഞായറാഴ്ചകളിൽ തൃശ്ശൂരും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് വലിപ്പമായി ഈ മാസങ്ങളിൽ, ഈ വർഷം നമ്മളെ ദൈവമഹത്വത്തിൽ നടത്താൻ പോകുന്നു. കർത്താവിൻ്റെ വലിപ്പം വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.